ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മട്ടൻ കറിയാണേ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1.5 കിലോ ആട്ടിറച്ചിയാണേ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയുണ്ട്, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 2 വയനയില, കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ 1/4 കിലോ ചെറിയുള്ളി ശരിയാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സവാള, കുറച്ച് കുരുമുളക് പൊടി. ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിക്കാം. പിന്നീട് 1/4 സ്പൂൺ പെരിഞ്ജീരകം കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതും കൂടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നമുക്ക് കുക്കറിൽ 3 വിസിലടിച്ചാൽ മതി കേട്ടോ. മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവയെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇഞ്ചി, വെളുത്തുള്ളി ഇവയും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാമേ. ചെറുള്ളി ഒന്ന് വാടിയതിന് ശേഷം സവാള ചേർത്താൽ മതി. ചെറുള്ളി വാടാൻ നേരത്ത് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുള്ളിയൊക്കെ ഇത്രയും വാടി ഇന്ന് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായിട്ടൊന്ന് വരണ്ടി വരട്ടെ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി വേണം, ഗരം മസാല പൊടി ചേർക്കുന്നുണ്ടേ. ഇതെല്ലാം കൂടി നന്നായിട്ട് എൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാമേ. പിന്നീട് കുറച്ച് നട്ട്സ് ഉണ്ട് കേട്ടോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അതിന് ബാക്കി ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂട്ടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ അതായത് കുക്കറിൽ ഇത് വെന്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിനുള്ള വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ബാക്കി വേവാണെങ്കിൽ വെന്തോട്ടെ. ഇത് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്കൊരു കൊഴുപ്പൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.